ഭാര്യ ഒരു പ്രത്യേക ടൈപ്പാണ് അല്ലേ? ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ, ഇവള് സമ്മതിച്ചില്ല. അനിൽ മദ്യപിക്കോ? അയ്യോ ഇല്ല, എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നല്ല മൂടൊക്കെ ആണെങ്കിൽ അല്പം. കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. ലേശം. അയ്യോ വേണ്ട, ഇതുവരെ ഇല്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായും ടേസ്റ്റ് അറിഞ്ഞിരിക്കണം. വേണ്ട വേണ്ട, മാലിന് വഴക്ക് പറയും. ആഹാ, എന്നാ ലേശം അടിച്ചു തരാം. ഒഴിക്ക് സാറേ. ഗ്ലാസ് ഒന്നുകൂടെ. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ഭാര്യ വല്ലതും പറയുമെങ്കിൽ. അങ്ങനെ ഒരു സംശയം സാറിന്റെ വൈഫിന് ഉണ്ടായതുകൊണ്ടാണ് കഴിക്കാൻ വെച്ചത്. എന്റെ ഭാര്യ ഒരു പ്രത്യേക ടൈപ്പാണെന്ന് സാറ് പറഞ്ഞു. പക്ഷെ അവള് ഷീസ് സ്വീറ്റ്, ഷീസ് ആൻ ഇന്നസെന്റ് ഗേൾ. പിന്നെ എന്റെ മോള്, അവളൊരു വായാടിയ, ബട്ട് ഷീ സ്മാർട്ട്. കുറച്ചുകൂടി ഒഴിക്കും സാറേ. മതി, ഇപ്പൊ തന്നെ 3-4 പ്രാവശ്യമായി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടി കുറച്ചുകൂടി മതി. വേണ്ട അനിൽ, ഭാര്യ കാത്തിരിക്കും. പൊയ്ക്കോളൂ. എങ്കിൽ ഞാൻ ടൗണിൽ പോയി വാങ്ങിച്ചോളാം. അവിടെ നിങ്ങളുടെ ശുപാർശ ഒന്നും വേണ്ടല്ലോ. അതൊന്നും വേണ്ട. ഇതാ. താങ്ക്സ്. ഇപ്പൊ കണക്കിനായി. ഞാൻ കൊണ്ടുവിടുന്നോ? സാർ തമാശ പറയുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല. സ്റ്റഡി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വേണ്ട, വീട്ടിലെത്തട്ടെ. ഇവിടുന്നാണ് കുടിച്ചതെന്ന് മാലിനി അറിയണ്ട. അതെന്താ? കാരണമുണ്ട്, അതുകൊണ്ടാ. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ ഞങ്ങൾക്കത് വേഗം പിടികിട്ടും. മാറൂ, കഥ അടയ്ക്കട്ടെ. മധുരം സുരഭില നിമിഷം ഹൃദയങ്ങൾ ഇഴപ്പാകുന്നു. മാലിക്കുട്ടി, മാലിക്കുട്ടി, പട്ടിക്കുട്ടി. തങ്കക്കൂടം. എന്താ എന്ത് പറ്റി? ഏയ് ഒന്ന്. അയ്യോ, മഞ്ഞിൽ മുങ്ങി വാർമതി വന്നു ഏഴൻ മാറും നേരം. എന്താ മാലിനി? എന്തുകൊണ്ട് അച്ഛന് സുഖമില്ല? ഒന്ന് നോക്കൂ. ഹലോ, ലക്ഷ്മിയായിട്ടെത്തിയോ? വരണം. എന്റെ ഭാര്യയുടെ അഡ്വൈസർ. ഇരിക്കണം, ഇരിക്കണം. എടി മണ്ടി, ഇത് കുടിച്ചിട്ടാ? എന്തോന്ന്? വല്ല ബ്രാൻഡിയോ വിസ്കിയോ? നിനക്കിതിന്റെ സ്മെല്ലൊന്നും അറിഞ്ഞൂടെ? ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇതൊന്നും കുടിച്ചിട്ടില്ല. സാരമില്ല, നേരം വിളിക്കുമ്പോ എല്ലാം ശരിയാവും. നീ ഇപ്പൊ കൊണ്ടുപോയി കിടത്ത്. ഇനി കാപ്പി എന്തിനാ? ഇന്നലെ കുടിച്ചത് കിട്ടിയിരുന്നെങ്കിലേ കുറച്ച് ഒഴിച്ചു തരാമായിരുന്നു. ഇനി ഇതിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആദ്യ ദിവസം എന്നെ ഫൂളാക്കി. ചോദിച്ചാ പറയും ഒരു ദിവസം തമാശയ്ക്ക് കുടിച്ചതാണെന്ന്. അങ്ങനെ 1 ആയി 2 ആയി, പിന്നെ ദിവസം ആവും. അതുകൊണ്ടേ ഇങ്ങനെ പോയാ പിന്നെ ഇനി എന്നും ഇങ്ങനെ മണിയടിക്കൊന്നും വേണ്ട. മിണ്ടരുത്. ഞാൻ മിണ്ടും. എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഒന്നും കേൾക്കണ്ട. കേൾക്കണം. ഇങ്ങനെ പോയാലേ
ഞാൻ കുളിച്ചതാ. സാരമില്ല, ഒന്നോടാകാം. മോളെവിടെ? തനിക്ക് കുളിക്കുക. എന്താ കുളിക്കാൻ? ആദ്യം കുളിച്ചതോ? അത് ശരിയായില്ല. ഇപ്പൊ ശരിയാമോ? വായടിക്കായിരുന്നു കുളിക്കല് പെണ്ണെ. പെണ്ണിന്റെ ഒരു നാക്ക് കണ്ടില്ലേ? ഈ സ്വഭാവം എന്നും മുതലാ? ഇന്നലെ ഒരു ദിവസമേ എനിക്കറിയാവൂ. അതൊരു അബദ്ധം പറ്റിയതാ. അതൊക്കെ ആണുങ്ങളുടെ വാക്കാ. ഇവിടെ കലയുടെ അച്ഛനും ഇതുപോലെയായിരുന്നു. എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തു ഇനി കുടിക്കില്ലെന്ന്. നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ആ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നല്ല മൂഡിലല്ലേ? നമുക്കൊരു ടൂർ പോകാം. ഒരു ചേഞ്ച്, ഒരു പകലത്തെ പ്രോഗ്രാം. ഞാൻ ചോദിക്കാം. എന്നെ കൂടി കേട്ടോ, ഞങ്ങളും ഈ നാട്ടുകാരാ. പോകാം. ഒരു വണ്ടി എടുത്താൽ മതിയല്ലോ. പോകുന്നതൊക്കെ കൊള്ളാം. അവിടെ പോയി മുഖവും വലിച്ചേട്ട് നിൽക്കരുത്. ഒരു സ്ഥലത്ത് പോയാൽ എല്ലാരും സന്തോഷമായിരുന്നാലേ ഒരു രസമുള്ളൂ. നിങ്ങൾ അങ്ങനത്തെ വേലകളൊന്നും കാണിക്കാതിരുന്നാ മതി. ഒറ്റയ്ക്കാണോ? പേടിക്കണ്ട, ആരും സംശയിക്കില്ല. വന്നോ. എന്താടി? എന്താ? എന്ത് പറ്റി? അയാൾ എന്താ അനാവശ്യം പറഞ്ഞു? ആരാ? അതോ എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറ. ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത് എന്തോ പോരാൻ പറഞ്ഞു. വിടുവല്ലേ എന്റെ പെണ്ണുങ്ങളൊക്കെ കൂടുതൽ ഞാൻ പറയുന്നത് കേൾക്കുവല്ലേ? എങ്ങോട്ടാ? എന്തെങ്കിലും പോയി ചത്തിക്കാം. മാലിനി എവിടെ? കുഞ്ഞിനെ എടുത്തോണ്ട് പോയി. എങ്ങോട്ട്? അറിയില്ല. ആകെ നാണക്കേടായല്ലോ. മതി ഇടിച്ചത് അവൻ ചത്തുപോകും. എഴുന്നേക്കണം. ഇനി മേലെ അവിടെ കണ്ടുപോക്കരുത്. വെക്കോ. ആ, സാറ് പോണം. ഇനി കുഴപ്പമൊന്നുമില്ല. പോടാ. മാലിനി എവിടെ? ഞാൻ വിളിച്ചിട്ട് നിന്നില്ല. കുഞ്ഞിനെയും വാങ്ങിപ്പോയി. അവിടെയുണ്ട്. വഴക്കിടണ്ട കേട്ടോ. ഞങ്ങൾ വരണോ? വേണ്ട. ടാക്സിക്ക് വയ്ക്കുള്ളൂ, ഞാൻ കൊടുത്തോളാം. കണക്കൊക്കെ രാവിലെ തീർക്കാം. മോളെ, നീ എന്ത് അഹങ്കാരമാ കാണിച്ചത്? എനിക്ക് പുല്ല് വില പോലും തന്നില്ലല്ലോ. നിന്റെ മനസ്സിലെന്താ? നീ എന്ത് പോക്കത്തനം കാണിച്ചാലും സഹിക്കുന്ന പെണ്ണാണെന്നാണ് ഞാൻ വിചാരിച്ചോ? നിന്റെ തന്ത്രുണ്ടല്ലോ, ആ പുണ തടിയൻ, അയാളെ ഒളിപ്പിക്കാൻ പോവാ. മോളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന വിധം കണ്ടില്ലേ?
പറഞ്ഞു. എനിക്കും ഒന്നും പറയാനില്ലെന്ന് വിചാരിക്കരുത്. നിങ്ങളും അവളും തമ്മിലുള്ള ശൃംഗാരം കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ വന്നത്. തെളിച്ചു പറ. കണ്ടില്ലേ, ഒന്നും അറിയില്ലെന്ന് ഭാവിക്കുന്നത്. അവളിവിടെ താമസമാക്കിയ മുതൽ തുടങ്ങിയതാ. 100 തവണ പറയും ഞാൻ. നിങ്ങൾക്ക് എന്റെ ഇഷ്ടം ആ കുഞ്ഞുമോളോടാ. ഞാൻ എപ്പോഴും നോക്കിയിട്ടുള്ളതാ. കോളേജ് വെച്ച് അങ്ങനെയല്ല. അന്ന് ഞാൻ പാടാൻ പറഞ്ഞപ്പോ പാടില്ല. അവള് പറഞ്ഞു ഉടനെ എന്നെ അടിച്ചു കൊല്ല. എന്നിട്ട് അവള് വരെ സുഖമായിട്ട് ജീവിക്കല്ലോ. നീ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കരുത്. അറിയട്ടെ, എല്ലാരും അറിയട്ടെ. പോട്ടെ, എവിടെ പോയാലും എനിക്കൊന്നുമില്ല.